നമസ്കാരം. T20 വേൾഡ് കപ്പിൽ നാളെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുകയാണ്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന ഈ മത്സരം ജയിക്കുന്നവർക്ക് സെമിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാം. തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും എന്നതിനാൽ ഇതൊരു വെർച്വൽ ക്വാർട്ടർ ഫൈനൽ മത്സരം മാത്രമാണ്. ദക്ഷിണാഫ്രിക്കയോട് തോറ്റെങ്കിലും സിംബാബ്വെക്കെതിരായ വമ്പൻ വിജയത്തിലൂടെ ഇന്ത്യ കരുത്ത് തെളിയിച്ചിരുന്നു. എന്നാൽ വിൻഡീസിനെ പോലൊരു കരുത്തുറ്റ ടീമിനെ നേരിടുമ്പോൾ ഇന്ത്യ പ്ലെയിൻ 11-ൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നാണ് സൂചനയുള്ളത്. ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ കുറിക്കുന്ന പ്രധാന പ്രശ്നം ആറാം ബോളറുടെ പ്രകടനമാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ആറാം ബോളറുടെ റോൾ നിർവഹിച്ച ശിവൻ ദുബെയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. ഒട്ടേറെ റൺസ് ദുബെ വഴങ്ങിയിരുന്നു. വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ പ്രവേശശേഷി കണക്കിലെടുക്കുമ്പോൾ ദുബെ നാളെ ബോൾ ചെയ്യുന്നത് തെറ്റായ ഒരു തീരുമാനമാവാൻ സാധ്യതയുണ്ട്. കാരണം ദുബെ കഴിഞ്ഞ മത്സരങ്ങളിൽ ബാറ്റർമാർ നന്നായി പെരുമാറിയിരുന്നത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ദുബൈക്ക് ബോൾ നൽകാനുള്ള തീരുമാനം ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ടീം വിലയിരുത്തുന്നത്. അതിനാൽ ദുബൈക്ക് പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈഡൻ ഗാർഡൻസിൽ പിച്ചിൽ കുൽദീപ് സ്പിൻ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുമെന്നാണ് കരുതുന്നത്. എന്നാൽ ദുബൈക്ക് പകരം കുൽദീപ് വരുമ്പോൾ ബാറ്റിംഗ് നിരയുടെ കരുത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഏഴാമനെ ഇറങ്ങുന്ന അക്സർ കഴിഞ്ഞാൽ പിന്നീട് ബാറ്റിംഗ് നിര ദുർബലമാകും. ഈ സാഹചര്യത്തിൽ ദുബൈ പകരം വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. ബാറ്റിംഗിൽ സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് ഗുണകരമായിരുന്നു. ഈ സാഹചര്യത്തിൽ വിൻഡീസിനെതിരെയും സഞ്ജു അഭിഷേക് തന്നെയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. ഇഷാൻ കിഷൻ 3ാം നമ്പറിലെത്തുമ്പോൾ സൂര്യകുമാർ 4ാമതും ഹർദിക് പാണ്ഡ്യ 5ാമതും തിലക് വർമ്മ 6ാമതായിട്ടും ബാറ്റിംഗിൽ ഇറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയും ഇതിനകം സെമി ഉറപ്പിച്ചിട്ടുണ്ട്. നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിലെത്താം. ബാറ്റിംഗ് പർദീസയായ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരിക്കും ഇന്ത്യൻ ആരാധകരും ഇന്ത്യൻ ടീമും പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവും അഭിഷേകും മികച്ച തുടക്കം നൽകിയാൽ പിന്നീട് വരുന്ന ബാറ്റർമാർക്ക് ആത്മവിശ്വാസത്തോടെ സ്കോർ റേറ്റ് ഉയർത്താൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ നാളത്തെ മുഴുവൻ പ്രതീക്ഷയും സഞ്ജു സാംസണിലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നാളെ കളി മികച്ച നിലവാരം പുലർത്തുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം പിച്ച് പരിശോധിച്ച സൗരവ് ഗാംഗുലി ബാറ്റർമാർക്ക് അനുകൂലമാണ് പിച്ച് എന്ന് വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ വലിയ സ്കോറുകൾ പിറക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഇന്ത്യൻ ടീമിൽ ചെറിയപ്പോൾ രണ്ട് മാറ്റങ്ങൾ നാളെ വരുത്തിയേക്കാം. ഒന്നാമതായി വരുത്തുന്ന മാറ്റം ഒരു ബാറ്ററെ ഒഴിവാക്കി ബോളിംഗ് നിരയെ കൊണ്ടുവരിക എന്നതാണ്. അതിനാൽ തന്നെ ശിവൻ ദുബെ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്.